ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. സംയുക്ത പ്രതാപനോട് പറയുക, കീടനാശിനികൾ തളിച്ചു വരുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുകളും കഴിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് ഈ മാംസാഹാരം കഴിക്കുന്നത്. അത് കേട്ടിട്ട് പ്രതാപൻ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന കുറച്ച് കറി എടുത്ത് ഇതൊന്ന് കഴിച്ചു നോക്ക് സിസ്റ്ററെ, നല്ല ടേസ്റ്റുള്ള കറിയാണ് എന്നും പറഞ്ഞിങ്ങനെ വിളമ്പി കൊടുക്കുക. അത് അവർക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രാജുവിനും ഹൃദയയ്ക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് പ്രതാപൻ്റെ ആ മാറ്റത്തിൽ. ഒളി കണ്ണിട്ട് അർത്ഥം വെച്ചൊരു നോട്ടത്തോടെ അമ്പയ്യ യാമിനിയെയും രാജുവിനെയും ഹൃദയം നോക്കുവാണ്. യാമിനി മനസ്സിൽ പറയാ, ചേട്ടനെ ഈ അംബിക നശിപ്പിക്കും. പ്രതാപന്റെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് സംയുക്ത മനസ്സിൽ പറയാ, ഞാൻ വിചാരിച്ച പോലുള്ള അപകടകാരി ഒന്നുമല്ല ഇദ്ദേഹം, വളരെ മാന്യനാണ്. ഏതൊരു സ്ത്രീയും ശ്രദ്ധിക്കുന്നത് പുരുഷന്മാരുടെ വാക്കുകളിലല്ല, അവരുടെ കണ്ണുകളിലാ. സാറിന്റെ കണ്ണുകൾ തെറ്റ് ചെയ്യുന്നില്ല. പെട്ടെന്ന് പ്രതാപൻ ചോദിക്കുക, എന്താ പവിത്ര സിസ്റ്റർ ഒരു നിമിഷം ആബ്സെന്റ് മൈൻഡ് ആയത്? അയ്യോ സാറത് ശ്രദ്ധിച്ചോ, കൊടുങ്കാറ്റിന്റെ വേഗതയിലല്ലേ മനുഷ്യന്റെ മനസ്സിന്റെ സഞ്ചാരം. രാജുവും ഹൃതിയെ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടുകൊണ്ട് പ്രതാപൻ ചോദിക്കുക, മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലച്ചാ. അപ്പൊ രാജു പറയാ, ഈ പവിത്ര സിസ്റ്ററിന്റെ വാചകടിയും അംബിക മേഡത്തിന്റെ ചിരിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ സിസ്റ്റർ, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാര്യം. അയ്യോ സാറേ, എന്നെ നിർബന്ധിക്കരുത്, അതിന് ഞാനില്ല. അംബിക അപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ട് എന്തായിരിക്കും. അങ്ങനെ സംയുക്തയും പ്രതാപനും ഫുഡൊക്കെ കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ അടുത്ത് പോയി കൈ കഴുകുകയാണ്. സംയുക്ത കൈയങ്ങോട്ട് കഴുകി കഴിയുമ്പോൾ പെട്ടെന്ന് പ്രതാപൻ അവിടെ ഇരിക്കുന്ന ടവലെടുത്ത് കൊടുക്കുവാണ്. ഇതൊക്കെ അംബിക അർത്ഥം വെച്ച് നോക്കി രാജുവിനെ ഹൃദയം കാണിക്കുന്നുണ്ട്. പ്രതാപനും സംയുക്തയെ അവിടെ നിന്ന് എന്തൊക്കെയോ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇത് രാജുവും ഹൃദയയും യാമിനിയും കാണുവാൻ. ഹൃദയയ്ക്ക് വല്ലാത്ത ദേഷ്യവും ടെൻഷനും ഉണ്ട്. ഇത് അംബിക കാണുന്നുണ്ട്. ഇവളുടെ സന്തോഷവും സമാധാനവും നശിപ്പിക്കാൻ ഈ സംയുക്ത എന്ന നമ്പൂതിരിക്കുട്ടി മതി എനിക്ക്. അങ്ങനെ സംയുക്ത പ്രതാപനോട് യാത്ര ചോദിക്കുക, ഇനി എനിക്ക് പോകാൻ അല്പം തിരക്കുണ്ട്, ഞാനെന്നാൽ പോകട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ സിസ്റ്റർ ഇവിടെ വരണം എന്നൊക്കെ പ്രതാപനും പറയും. രാജു, സിസ്റ്ററിന് എവിടാ പോകണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നാക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അംബിക, എന്തിനാ പ്രതാപ, സിസ്റ്ററിനെ പ്രതാപന് കൊണ്ടാക്കിക്കൂടെ? എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുക. യാമിനി അംബികയോട് ദേഷ്യത്തിൽ പതുക്കെ പറയാ, നിങ്ങളെന്താ പ്രതാപേട്ടനെ അവരുടെ ഡ്രൈവറാക്കാൻ നോക്കുവാണ്? അച്ഛാ, രാജു സിസ്റ്ററിനെ കൊണ്ടുവിടും, കൂട്ടത്തിൽ ഞാനും പോയിക്കോളാം എന്നിങ്ങനെ ഹൃദയ പ്രതാപനോട് പറയുവാണ്. അതുകൊള്ളാം, അങ്ങനെ മതി എന്നിങ്ങനെ പ്രതാപൻ പറഞ്ഞിട്ട്, സിസ്റ്റർ പോകല്ലേ, ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞ് പ്രതാപൻ അകത്തോട്ട് കയറി പോവുകയാണ്. ഇവൻ എന്തോ എടുക്കാനായിട്ട് പോയതാണല്ലോ, ഇനി മോതിരം വല്ലതും എടുക്കാനാണോ? മോതിരം കൈമാറാൻ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. അംബിക മനസ്സിൽ സന്തോഷിച്ചു നിൽക്കുക. പത്മാവതിയുടെ ഡയറിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഹൃതിക സ്വന്തമായിട്ട് എഴുതി വെച്ചിരുന്ന ഡയറിയാണ് പ്രതാപന സിസ്റ്റർ പവിത്രതാണെന്ന് കരുതി സംയുക്തയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുവാണ്. സംയുക്ത ആ ഡയറി വാങ്ങിച്ചൊന്ന് അതിശയത്തോടെ നോക്കുവാണ്. അപ്പോൾ ഉടനെ ഹൃതിക, എന്നാൽ നമുക്ക് പോയാലോ? ആ പോകാം എന്നും പറഞ്ഞവർ പോകാൻ റെഡിയാവുകയാണ്. ഉടനെ അംബിക പറയും, എന്നാൽ ഞാൻ കൂടി വരാം. അയ്യോ വേണ്ട, ഞങ്ങൾ കൊണ്ട് വിട്ടോളാം എന്നും പറഞ്ഞ് ഹൃതിക അംബികയോടെ പിടിച്ചു നിർത്തിയിട്ട് അവർ 3 പേരൂടെ പോവുകയാണ്. അംബികയ്ക്ക് എന്തോ ഒരു ടെൻഷനും വെപ്രാളോ. ഈ ഹൃതികയും രാജുവിനോട് ഇനി സംയുക്ത വല്ലതും പറയുമോ? ഇവരിനി അവളെ വിരട്ടി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ അവർ 3 പേരുടെ പോകുന്ന നേരെ പത്മാവതിയുടെ അടുത്തോട്ടാണ്. പത്മാവതി സംയുക്തയോട് ചോദിക്കുന്നു, ചെമ്പക്കാട് മനയിലെ കുട്ടിയല്ലേ? അതെ, എനിക്കറിയാം. എങ്കിൽ ചേച്ചി എന്നോട് ക്ഷമിക്കണം. ചേച്ചി മാത്രമല്ല, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് അത്രയ്ക്ക് ചെറിയ തെറ്റൊന്നുമല്ല. ജീവനിൽ പേടിയുള്ളതുകൊണ്ട് ആ അംബികയ്ക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തു പോയതാ. രാജു ചോദിക്കുന്നു, എന്താണ് മേഡത്തിന് അവരോടുള്ള പ്രശ്നം? അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. അയ്യോ, അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ അംബികയുടെ പിടിയിലായിപ്പോയി. അതിപ്പോൾ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് ഞാൻ തുറന്നു പറഞ്ഞാൽ എൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. മേഡം എന്തായി പറയുന്നത്? ഈ നാട്ടിലെ നീതിയും ന്യായവും അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? മേഡം എന്തിനാ അംബിക എന്ന് പറയുന്ന ആ വ്യക്തി ഇങ്ങനെ പേടിക്കുന്നത്? രാജു അങ്ങനെ ചോദിച്ചപ്പോൾ സംയുക്ത പറയാ, അംബികയെ പലപ്പോഴും നിങ്ങൾ പേടിക്കുന്നില്ലേ? അപ്പോൾ പത്മ പറയുക, അതെ പേടിക്കുന്നുണ്ട്. അവൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ചെറുതൊന്നുമല്ല, അതിനപ്പുറമായിരിക്കും ചിലപ്പോൾ എന്നോട് കാണിക്കുന്നത്. ചേച്ചി, നീതിയും നിയമവും ഒക്കെ നമുക്കും ഇല്ലേന്ന് രാജു എന്നോട് ചോദിച്ചിരുന്നല്ലോ. പക്ഷേ അത് കിട്ടാൻ വേണ്ടി കയറി ഇറങ്ങുമ്പോഴറിയാം അതൊക്കെ ആരുടെ കൂടെയാണെന്ന്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുക, ഇനി ഈ കാര്യവും പറഞ്ഞ് വർമ്മ സാറിൻ്റെ മുന്നിലോട്ട് ഞാൻ പോകില്ല. മാഡം, ഞങ്ങൾക്ക് ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി. ഉറപ്പാ, വർമ്മ സാറിനെ ഞാൻ എത്രയധികം ബഹുമാനിക്കുന്ന ഒരാളാണെന്നറിയോ? അദ്ദേഹത്തെ എങ്ങാനും ചീറ്റ് ചെയ്താൽ അത് അദ്ദേഹം അറിഞ്ഞാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ അതെത്ര ഭയങ്കരമായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഉണ്ടായ തെറ്റിന് ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുക. ഞാനെന്നാൽ പൊയ്ക്കോട്ടെ. അയ്യോ നിൽക്കി, 1 മിനിറ്റ്, എന്നാൽ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. പത്മ അങ്ങനെ പറഞ്ഞപ്പോൾ, അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങുക.
എന്നും പറഞ്ഞ് സംയുക്ത അവിടെ നിന്ന് പോവുകയാണ്. പത്മ പറയാ, പാവം കുട്ടി. അതേ അമ്മേ, കണ്ടിട്ട് കുഴപ്പക്കാരിയല്ല. രാജു പറയാ, അംബിക ഏതോ ഒരു കാര്യത്തിൽ ഇവരെ പെടുത്തിയിരിക്കുക. അതിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആയി നടക്കുന്നതൊക്കെ. ഇതിൽ നിന്നൊന്നും കരകയറാൻ സാധിക്കില്ല രാജു. സത്യത്തിൽ മാപ്പ് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങളോടാ. അതെന്തിനാ അമ്മേ? പ്രതാപേട്ടൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതല്ലേ മോള്? ഞാനല്ലേ അൺബ്ലോക്ക് ആക്കിയത്? അത് തന്നെയാ ഈ കുഴപ്പത്തിനൊക്കെ കാര്യം. അയ്യോ എൻ്റെ അമ്മ, അങ്ങനെ ഒന്നുമല്ല. ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അംബിക വലിയ കലിപ്പില് സംയുക്ത വീണ്ടും ബീച്ചിൻ്റെ അടുത്തോട്ട് വിളിച്ചു വരുത്തിയിരിക്കുക. വളരെ ദേഷ്യത്തോടെ. അവരുടെ കൂടെ പോയിട്ട് എന്താടി ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അവരുടെ കൂടെ പോയിട്ട് എന്തായെന്ന്. അവരെന്താ നിന്നോട് പറഞ്ഞതെന്നാ എനിക്ക് അറിയേണ്ടത്. അത് മേഡം, അവർ പ്രത്യേകിച്ച് ഒന്നും എന്നോട് പറഞ്ഞില്ല. ആഹാ, നീ ഇപ്പോൾ എന്നോട് കള്ളം പറയാനും തുടങ്ങിയോ? നീ ഒരു നല്ല മനക്കല കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിന്നോട് ഞാൻ വീണ്ടും ചോദിക്കുക, അവരെന്ത് പറഞ്ഞു എന്നാ നിന്നോട് ചോദിക്കുന്നത്. മേഡം, അവരങ്ങനൊന്നും പറഞ്ഞില്ല. അവരൊക്കെ വളരെ നല്ല മനുഷ്യർ. ആഹാ, വലിയ നല്ല മനുഷ്യരോ? അതൊക്കെ നിനക്കെങ്ങനെ അറിയാടി? അവരെ എൻ്റെ ശത്രുക്കളാ. എൻ്റെ ശത്രുക്കൾ നിന്റെ ശത്രുക്കളായിരിക്കണം. അതെന്തൊരു ന്യായമാ ചേച്ചി? ആഹാ, അത് കൊള്ളാമല്ലോ. നീ എന്നോട് ന്യായോ അന്യായോ ഒക്കെ ചോദിക്കാൻ തുടങ്ങിയോ? എനിക്ക് നിന്നോട് വളരെ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ഈ അംബിക എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്നും എനിക്കറിയാം. അതൊരു പക്ഷേ എൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നൊക്കെ നിനക്ക് തോന്നിയേക്കാം. എന്നാലേ ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതല്ല. എനിക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട്. നീ നേരിടുന്ന മറ്റ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എടി, അതിനോടുള്ള വഴിയാണ് ഈ ആൾമാറാട്ടം. എങ്കിലേ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടുള്ള എനിക്കൊന്നും സാധിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യും? ആ അപ്പൂപ്പനും നിന്നേക്കാൾ ഒരുപാട് ഇളയതായ ആ കൂടപ്പിറപ്പുകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുമോ? നീ പവിത്രയായി മാറിയാലേ നിനക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യം എത്രയാണെന്ന് വല്ലതും സംയുക്ത നിനക്കറിയാവോ? നിന്റെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറമായിരിക്കും സൗഭാഗ്യം. അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട ചേച്ചി. നല്ലവരിലെ നല്ലവരായ അച്ഛൻ്റെയും മകളുടെ ഇടയിൽ ഞാനൊരു അധികപ്പറ്റ. സംയുക്ത, നീ അധികപ്പറ്റല്ല, അർഹതപ്പെട്ടതാണെന്ന് ഉറപ്പിച്ച് നീ അവരുടെ ഇടയിലോട്ട് കയറി വരണം. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ ഈ കളികളൊക്കെ കളിക്കുന്നത്. അതിലൂടെ ചിലരെയൊക്കെ ശിക്ഷിക്കാനും. ഞാനീ പറഞ്ഞതിന് നീ എതിര് പറഞ്ഞേക്കരുത് എന്നൊരു ശാസനയോടെ പറഞ്ഞിട്ട് അംബിക അവിടെ നിന്ന് പോവുകയാണ്. രാജു തനിച്ചു നിന്നിങ്ങനെ ആലോചിക്കുക. എന്നാലും ഇങ്ങനൊരു ഡയറി എഴുതി വെക്കുന്ന കാര്യം ഋതു എന്നോട് പറഞ്ഞില്ലല്ലോ. ഈ സമയം ഋതിക മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരിക. രാജു, എന്താ മുകളിലോട്ട് കയറി വരാൻ? ഓ, വരാൻ തോന്നിയില്ല. അതെന്താന്നാ ചോദിച്ചത്? രാജു കുറച്ച് ദേഷ്യത്തോടെ, വരണമെന്ന് തോന്നിയില്ല, അത്രേ ഉള്ളു കാര്യം. ഞാൻ ആ ഡയറിയുടെ കാര്യം രാജുവിനോട് പറയാത്തതുകൊണ്ടാണോ ഇത്രയധികം ദേഷ്യം? ഇതിനാണോ രാജു എന്നോട് പിണങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രാജുവിൻ്റെ കയ്യിലോട്ട് പിടിക്കും. കയ്യട് എന്നും പറഞ്ഞ് രാജു ഋതിയുടെ കൈ പിടിച്ചൊരേറ്. ഋതി അങ്ങ് ഭയന്നു പോയി. കരഞ്ഞുകൊണ്ട് ചോദിക്കും, എന്താ രാജു? ഒരു ഡയറി എനിക്ക് വേണമെന്ന് എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഐ ആം സോറി രാജു. ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ രാജുവിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം ഞാൻ പറഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം രാജു. ആദ്യമൊക്കെ പറയണമെന്ന് ഞാൻ കരുതിയതാ, പിന്നെ പതുക്കെ പറയാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും ഒരുമിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. പത്മാവതി എന്ന പവിത്ര സിസ്റ്റർ എഴുതിയ ഡയറി പോലെ ഋതിക എഴുതി പ്രതാപൻ്റെ മുറിയിൽ വെച്ച കാര്യം പറയാണ്. ഇത് ഇത്രയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല രാജു. പക്ഷെ ചെയ്തതെല്ലാം കൈവിട്ടു പോയില്ലേ? സത്യം പറഞ്ഞാൽ ഈ കുഴപ്പത്തിനെല്ലാം കാരണക്കാരി ഋതുവല്ലേ? ഉദ്ദേശം നല്ലതായിരുന്നെങ്കിലും പക്ഷെ അതിന് സ്വീകരിച്ച മാർഗം നല്ലതല്ലായിരുന്നല്ലോ. ഒരു ചീറ്റിംഗ്, അതും സ്വന്തം അച്ഛന്. അയ്യോ രാജു, ദാണ്ടരുതു, എല്ലാ കാര്യങ്ങളും എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യാവൂ എന്നുള്ള ദുർവാശിയൊന്നും എനിക്കില്ല. പക്ഷെ ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ പത്മാവതി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. രാജു പറയാം, ദാണ്ടേ അമ്മ വരുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള പിണക്കമൊന്നും അമ്മ അറിയണ്ട. എനിക്കങ്ങനെ പിണക്കമൊന്നും ഇല്ല ഋതു. മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. അതങ്ങ് വിട്ടുകളാ. വാ മക്കളെ, ഇനി വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ വേണ്ടമ്മേ, വർമ്മ സാർ അവിടെ കാത്തിരിക്കുമായിരിക്കും, ഞങ്ങൾ ചെല്ലട്ടെ. വാ ഋതു എന്നും പറഞ്ഞ് രാജു ഋതുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ മക്കളെ, എന്തായാലും അമ്പിയോട് വഴക്കിനൊന്നും നിൽക്കല്ലേ. അവൾ എന്ത് ചെയ്യാനും മടിക്കാത്തവളാ. രുക്മിണിയുടെ വീട്ടിൽ ശ്രീലക്ഷ്മി താണ്ട ഡൈനിങ് ടേബിളിൽ നിന്ന് എന്തോ ബ്രേക്ക്ഫാസ്റ്റോ ഏതോ കഴിക്കുവാണ്. അപ്പോൾ രുക്മിണിയുടെ ഒരു കൂട്ടുകാരി അവിടെ വന്നിട്ടുണ്ട്. ഹരീഷ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ എവിടെ കവലയിലോ എവിടെങ്കിലും പോയി നിൽക്കുമായിരിക്കും. എന്ത് ചെയ്യാനോ, എൻ്റെ കുഞ്ഞിനൊരു മനസ്സമാധാനം ഉണ്ടോ? ശ്രീലക്ഷ്മിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല. എന്തൊക്കെയോ വല്ലാത്തൊരു ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട്. രുക്മിണി അവളെ തന്നെ നോക്കുക. എന്നിട്ട് മനസ്സിൽ പറയാം, ഞാൻ അവൾക്ക് കലക്കിക്കൊടുത്തിയ വിഷപ്പൊടി കാര്യം ഏറ്റെന്നാ തോന്നുന്നത്. അമ്മ, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു. ഞാനൊന്ന് പോയി കിടക്കട്ടെ. അതിനെന്താ, മോള് പോയി കിടന്നോ. എന്താ രുക്മിണി, മരുമോൾക്ക് പകലുറക്കം പതിവാണോ? യോ, രാജകുടുംബത്തിൽ പറഞ്ഞ രാജകുമാരിയല്ലയോ? അപ്പം പകലേ പള്ളിയുറക്കം മസ്റ്റാ.
രുക്മിണി എന്തോ ഈ പറയുന്നത്? രാജകുടുംബവും അതേ ഒടങ്കല്ലി ഡ്രൈവറായ വേണുവിന്റെയും വൃന്ദാവനത്തിലെ രാധമ്മയുടെയും പുത്രിയല്ലയോ? എന്നാൽ ഒരു സത്യം പറയാലോ, ഒരേ ഒരു ആങ്ങളെ കെട്ടിയിരിക്കുന്ന രാജകുടുംബത്തിൽ നിന്ന് തന്നെയാ. ഓ, ഇങ്ങനെയാ രുക്മിണി പല കുടുംബങ്ങളിലും കുടുംബം നശിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരുത്തി ഇങ്ങനെ വലിഞ്ഞു കയറും. രുക്മിണി പറയാ, അതെങ്ങനെയാ? മാന്യവും മര്യാദയുള്ള ചെറുപ്പക്കാരെ മൊബൈലിൽ കൂടി ചാറ്റ് ചെയ്ത് ആദ്യം അങ്ങ് വശത്താക്കും. ഒടുവിൽ പിന്നൊരു താലിമാലയിൽ അങ്ങ് ചീറ്റ് ചെയ്യപ്പെടും. അല്ല രുക്മിണി, ഇവള് കണ്ണും കലാശവും കാണിച്ച് വശത്താക്കിയതല്ലയോ നമ്മുടെ ഹരീഷിനെ? ശ്രീലക്ഷ്മി അവിടെ മുറിയിൽ പോയിരുന്നെങ്കിലും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത, തല പെരുക്കുന്ന പോലൊക്കെ തോന്നുക. പുറത്തിവർ സംസാരിക്കുന്ന അവൾ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവളെൻ്റെ മോനെ വശത്താക്കിയത്. ഇവളും ഇവിടെ കുടുംബം വെറുതെ വിടുവോ എൻ്റെ മോനെ? ചോരയും നീരുമൊക്കെയുള്ള ആൺപിള്ളേരെ പിടിക്കുന്ന യക്ഷികളാ ഇവിടെ വീട്ടുകാർ. ഇനിയും ഇതൊക്കെ കേട്ടോണ്ട് സഹിക്കാൻ പറ്റില്ലെന്നുള്ള ഭാവത്തിൽ ഇതാണ് ദേഷ്യത്തോടെ ശ്രീലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ പറയുന്ന പരദൂഷണവും ദുഷിപ്പുമൊക്കെ ഞാൻ അകത്ത് റൂമിലിരുന്ന് കേൾക്കുമായിരുന്നു. അതേടി, നീ കേൾക്കാൻ തന്നെ അടി ഞാൻ പറഞ്ഞത്. ഞാൻ രഹസ്യമായിട്ടൊന്നും അല്ലല്ലോ പറഞ്ഞത്, പരസ്യമായിട്ടല്ലേ. നിങ്ങളിനി ഒരക്ഷരം മിണ്ടിപ്പോരുത്. ആഹാ, കൊള്ളാമല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ മിണ്ടരുതെന്നോ? നീ ആരാടി എന്നെ ഭരിക്കാൻ വരാൻ? ശ്രീലക്ഷ്മി അവരെയൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ദേഷ്യത്തോടെ അടുക്കളയിലോട്ട് ചെന്ന് ഒരു പാത്രം എടുത്തുകൊണ്ട് വരുക. അത് കണ്ടുകൊണ്ട് അവിടെ നിന്നവളെ എൻ്റെ അമ്മേന്നും പറഞ്ഞുകൂടി ശ്രീലക്ഷ്മി രുക്മിണിയുടെ നേരെ. ഇനി എന്തെങ്കിലും മിണ്ടിയ ഇത് വെച്ച് നിങ്ങളുടെ തല ഞാൻ തല്ലി പൊട്ടിക്കും. രുക്മിണി അത്രയും പ്രതീക്ഷിച്ചില്ല. മിണ്ടുവോ എടി, മിണ്ടുവോടി എന്നും പറഞ്ഞ് അലറുവാണ് ശ്രീലക്ഷ്മി. എൻ്റെ ദൈവമേ, ഞാൻ കൊടുത്ത പൊടി കൊണ്ട് ഞാൻ തന്നെ ചാവുമോ? ആ സമയത്ത് ഹരീഷ് അങ്ങോട്ട് വരുവാണ്. ശ്രീ എന്നും പറഞ്ഞു ഓടി വന്ന് ആ പാത്രം വാങ്ങിച്ചൊരൊറ്റയേറ്. ആ എറിഞ്ഞത് രുക്മിണിയുടെ കൂട്ടുകാരുടെ തലമണ്ടയിലോട്ടായിരുന്നു. ശ്രീ, നീ എന്തായി കാണിക്കുന്നത്? ദ്രോഹി എന്നും പറഞ്ഞൊരൊറ്റടി ഹരീഷിന്റെ ചെവിക്കുറ്റിക്ക്. രുക്മിണി, കൊള്ളടാ, നന്നായിട്ട് കൊള്ളടാ നിന്ന്. തലയ്ക്ക് വെളിവില്ലാത്തവളെ പോലെ ശ്രീലക്ഷ്മി, സോറി ഹരീഷേ, എനിക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ തെറ്റുന്ന പോലെ തോന്നുന്നു എന്നും പറഞ്ഞവൾ കരയുവാണ്. ഞാനല്ല ഹരീഷേ ഇത്, എനിക്കെന്തോ പറ്റിയെന്ന് തോന്നുന്നു. നീ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് ഹരീഷ് വലിച്ചുകൊണ്ട് പോവാണ് ശ്രീലക്ഷ്മിയെ മുറിയിലോട്ട്. ശ്രീ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്നോട് പറ, എന്താ നിന്റെ മനസ്സിൽ? എനിക്കറിയില്ല ഹരീഷേ, എനിക്കറിയില്ല എന്നും പറഞ്ഞ് കരയുവാണ് അവൾ. അവളുടെ പെരുമാറ്റത്തിൽ ഹരീഷിന് വല്ലാത്ത സങ്കടം. നീ എല്ലാം മറന്നൊന്ന് മയങ്ങാൻ നോക്ക് ശ്രീ, നീ ഇങ്ങോട്ടൊന്ന് കിടക്ക് എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മിയെ കട്ടിലിൽ പിടിച്ച് കിടത്തുവാണ്. ഹരീഷിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി രുക്മിണി ആ കൂട്ടുകാരിയോട് പറയാ, നാണം കെട്ടവൻ, ഭാര്യയുടെ എത്ര തല്ലുകൊണ്ടാലും ഇവൻ പഠിക്കത്തില്ല. ഇങ്ങനെയുണ്ടോ ഒരു നാണം കെട്ടവൻ? അതേ രുക്മിണി, ഇങ്ങനെയുള്ളവന്മാരെ നാട്ടുകാരെ വിളിക്കുന്നൊരു പേരുണ്ട്, അച്ചിക്കോന്തന്ന്. ഇത് കേട്ടോണ്ടാണ് ഹരീഷ് പറഞ്ഞ്, ചി ഇറങ്ങടി ഇവിടുന്ന് എന്നും പറഞ്ഞ് രുക്മിണിയുടെ കൂട്ടുകാരി ഇറക്കുവാണ്. എൻ്റെ വീട്ടിൽ കയറി വന്ന് നീ എന്നെ ചീത്ത പറഞ്ഞു, ഇറങ്ങടി ഇവിടുന്ന് എന്നും പറഞ്ഞ് ആട്ടി ഇറക്കുവാണ് അവരെ. രുക്മിണി ഒരു അഭിനയം, നീ അനുഭവിക്കോടാ, അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, അനുഭവിക്കോടാ നാണം കെട്ടവനെ എന്നും പറഞ്ഞ് രുക്മിണി ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോവുക. കൊച്ചമ്മണി വേണുവേട്ടന് പറയുക, ഐക്യമദ്യം മഹാബലമെന്നാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാവോ? പാവൻ രാധമ്മ ചോദിക്കുക, അമ്മയ്ക്ക് കുഞ്ഞൻ നമ്പ്യാരെ കുറിച്ചൊക്കെ എല്ലാം അറിയാവോ? നീ എന്തൊരു ചോദ്യമാണ് ഈ രാധമ്മ ചോദിക്കുന്നത്? ഈ ഇരിക്കുന്ന ആരാണെന്നാ നീ കരുതിയത്? പണ്ഡിത ശിരോമണിയാണ്, ഒരു മഹാപ്രസ്ഥാനത്തോടാണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. വേണുവേട്ടൻ കളിയാക്കുവാണ്. കൊച്ചമ്മണിയുടെ തള്ളോടെ തള്ളു. അതെ, ഈ കുഞ്ചൻ നമ്പ്യാരെ, ആ മൂപ്പര് ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ആരുടെ കാര്യം ഈ പറയുന്നത്? കുഞ്ചൻ നമ്പ്യാർ സാറിൻ്റെ? എന്ത് കുഞ്ചൻ നമ്പ്യാർ സാറോ? എൻ്റെ മലയാള ഭാഷയുടെ പിതാവേ, മാപ്പാക്കണേ എന്നിങ്ങനെ വേണുവേട്ടൻ കളിയാക്കുവാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടം തുള്ളലുകാരനല്ലേ? എൻ്റെ മുറ്റത്തെ പായെ കിടന്നുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരോട്ടം തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ എഴുതി കൊടുത്തത്. പാവമാണെങ്കിലും നമ്മുടെ രാധമ്മയ്ക്കൊരു ചോദ്യം, വേണുവേട്ട, ഈ കുഞ്ചൻ നമ്പ്യാരൊക്കെ ജീവിച്ചിരുന്നത് 16-ാം നൂറ്റാണ്ടിലോ മറ്റോ അല്ലേ? രാധമ്മ അങ്ങനെ ചോദിക്കുമെന്ന് കൊച്ചമ്മണി വിചാരിച്ചില്ല. കൊച്ചമ്മണി അങ്ങ് നാണിച്ചു പോയി. ജയനും പ്രിയയും കൂടെ അങ്ങോട്ട് വരുക. ജയൻ ചോദിക്കാം, നേരം വെളുത്തി തള്ളാൻ തുടങ്ങിയോ? നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ കേൾക്കാനായിട്ട് ഇരുന്നു കൊടുക്കുവോ? എടാ ജയ, നിനക്കറിയാവോ, നിന്റെ അച്ഛനെ കാണാനേ കുഞ്ചൻ നമ്പ്യാർ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാ നിന്റെ അമ്മ ഈ പറയുന്നത്. അയ്യോ അച്ഛ, ഒരു ശങ്കരൻ നമ്പ്യാർ വീട്ടിൽ വരുമായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഇവർ കാശ് പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജയേട്ടാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടക്കൊള്ളി വിൽക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ വന്നെന്ന് വേണമെങ്കിൽ ഇവർ പറഞ്ഞു കളയും. അല്ല, എന്തൊരു മനുഷ്യരാ നിങ്ങൾ! അറിവ് പകർന്നു തരാമെന്ന് വിചാരിച്ചാൽ നിങ്ങളാരും സമ്മതിക്കുന്നുമില്ലല്ലോ. രുക്മിണിയുടെ വീട്ടിൽ നാട്ടും കെട്ടിക്കൊണ്ട് സാവിത്രി അങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചമ്മണി, ആ പടവലാതി സാവിത്രിയല്ലേ വരുന്നത്? പരലോക സാവിത്രി എന്നും പടവലാതി സാവിത്രി എന്നൊക്കെയാണ് ഇവളെ പറയുന്നത്. അങ്ങ് പരലോകത്ത് വരെ ചെന്ന് ഇവള് പരദൂഷണം പറഞ്ഞുകളി. ജീവിച്ചിരിക്കുന്ന ഭർത്താവ് കെട്ടിത്തൂങ്ങി ചത്തെന്നും പറഞ്ഞ് വിധവാ പെൻഷൻ വരെ വാങ്ങിച്ചവളാവള്.
രാധമ്മ പറയാം, അയ്യോ അമ്മേ, അയൽവക്കക്കാരെ ഒന്നും ഇങ്ങനെ അപമാനിക്കരുത്. അയൽവക്കക്കാരെ എന്നാ പിടിച്ച് നീ മടിയിലോട്ട് വെച്ചോടി രാധമ്മേ. അങ്ങനെ സാവിത്രി അങ്ങോട്ട് കയറി വരിക. ഉടനെ ഒന്നും അറിയാത്തവളെ പോലെ കൊച്ചമണി, അയ്യോ ഇത് നമ്മുടെ കാട്ടിപ്പറമ്പിലെ സാവിത്രി അല്ലയോ, അയ്യോ ഇങ്ങോട്ട് വന്ന് ഇരിക്കും സാവിത്രി. അല്ല, എല്ലാവരും വലിയ സന്തോഷത്തിലാണെങ്കിൽ ഞാൻ തൽക്കാലം അങ്ങ് പോയേക്കാം. നിങ്ങളുടെ സന്തോഷം ഞാനായിട്ട് കെടുത്തണ്ടല്ലോ എന്ന് കരുതിയാ. പ്രിയ പറയാ, ചേച്ചി എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ അതങ്ങ് പറയേ. എന്നാലേ കേട്ടാൽ എല്ലാവരും ഞെട്ടുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ പൊന്ന് രാധമ്മേ, ഞാൻ നിങ്ങളുടെ ഇളയ മകളുടെ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും നിങ്ങൾ പെറ്റമ്മയല്ലേ, ഒരു അമ്മയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം. ഞാനും 1-2 പ്രസവിച്ചതല്ലേ. കൊച്ചമ്മണിക്ക് ദേഷ്യമേ. നീ പ്രസവ വിശേഷം പറയാതെ കാര്യം എന്തോ പറയാൻ വന്നെന്ന് വെച്ചാൽ പറ. നിങ്ങളുടെ മോൾ ശ്രീലക്ഷ്മി ആ രുക്മിണിയിട്ട് തട്ടിക്കളിക്കുക. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. എനിക്കാണെങ്കിൽ കരച്ചിൽ വരെ വന്നു. ശ്രീലക്ഷ്മി അവിടെ കയറി ചെന്നതിന് ശേഷം ഒരു സമാധാനം ഇല്ലെന്നാണ് രുക്മിണി പറയുന്നത്. രുക്മിണിയോടൊപ്പം നിന്ന് ശ്രീലക്ഷ്മിക്കെതിരെ കൊതിഞ്ഞോണയും പറഞ്ഞവളാ ഈ പറയുന്നത്. കൊച്ചമണി പറയാ, രുക്മിണിക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ? അവിടെ കെട്ടിയോനെ കാശിയിൽ അഘോരിയായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമല്ലയോ. ഇങ്ങനെ പോവുകയാണെങ്കിലേ നിങ്ങളുടെ മകളെ രുക്മിണി അങ്ങ് കൊല്ലും. അവസാനത്തെ ബോംബും സാവിത്രി അങ്ങിട്ട്. വേണുവേട്ടനും രാധമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല. അവർ സങ്കടത്തോടെ അത് കേട്ടോണ്ടിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എത്രയും പെട്ടെന്ന് തന്നെ രുക്മിണി അവളെ മുഴുഭ്രാന്തിയാക്കി അവിടെ നടിച്ചിറക്കുകയും ചെയ്യും. ഇനി അംബിക സംയുക്ത വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്രയും നാളും നല്ലതായിട്ട് ജീവിച്ച സംയുക്ത ഇനി മനസ്സ് മാറുമോ? സാഹചര്യ സമ്മർദ്ദം മൂലം രാജുവിനും ഹൃദയയ്ക്കും പത്മയ്ക്കും എതിരായിട്ട് സംയുക്ത നീങ്ങുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.